ഹായ് ഗായ്സ്, താങ്ക്സ് ഫോർ യുവർ ലവ്. ഡിസംബർ 18 നാളെ, അതായത് ഒരു അർജന്റീന ഫാൻസും മറക്കാത്ത ഡേറ്റ്, ഒരാളും മറക്കില്ല ഡിസംബർ 18. കാരണം ഓരോ അർജന്റീന ഫാൻസും കരഞ്ഞത്, സന്തോഷം കൊണ്ട് കരഞ്ഞ, ഏറ്റവും കൂടുതൽ കരഞ്ഞ ഒരു ദിവസമായിരിക്കും ഡിസംബർ 18, 2022. ഓക്കെ, അത് നാളെയാണ്. വീണ്ടും തിരിച്ചെത്തുന്നു. അതായത് അർജന്റീന വേൾഡ് കപ്പ് അടിച്ചിട്ട് നാളേക്ക് 3 വർഷം. അടുത്ത കൊല്ലം 2026 വേൾഡ് കപ്പ് വീണ്ടും അർജന്റീന എടുക്കും എന്ന് പറയും. നോക്കാം. പക്ഷേ വിത്ത് ഫുൾ കോൺഫിഡൻസ് ഞങ്ങളിവിടെ ഉണ്ട്. 2022 വേൾഡ് കപ്പ് അടിച്ച് ഞങ്ങൾ 2026 വേൾഡ് കപ്പ് കോൺഫിഡൻസ് കളിക്കുക. പേടിയില്ല, ടെൻഷനില്ല, ഉണ്ട്. എന്നാലും 2022 പോലെയല്ല. കാരണം സ്ട്രെസ് റിലാക്സ് ആണ്. 2 കോപ്പ അമേരിക്ക ആയി, ഒരു ഫൈനലിസ്റ്റുമായി, പിന്നെ ഒരു വേൾഡ് കപ്പായി. ഇനിയിപ്പോൾ ഈ വേൾഡ് കപ്പിന് മുമ്പ് ഒരു ഫൈനലിസ്റ്റ് കൂടി ഉണ്ടാവും, അതും എടുക്കും. 2022 വേൾഡ് കപ്പ് ഫൈനൽ ഡിസംബർ 18 രാത്രി 9:00 സ്റ്റാർട്ട് ചെയ്തു. ഒരു 1.5 രാത്രി ഒരു അർജന്റീന ആരാധകരും, ഒരു ബ്രസീൽ ആരാധകനും, ഒരു പോർച്ചുഗൽ ആരാധകനും, ഒരു ഫ്രാൻസ് ആരാധകനും ഈ ഒരു ദിവസം, ആ ഒരു രാത്രി മറക്കില്ല. ഞാൻ കളി കണ്ടത് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. അതായത് സ്ക്രീനിൽ, വലിയ സ്ക്രീനിൽ. ഒരു എന്തായാലും ആ സ്റ്റേഡിയത്തിൽ 5000 കൂടുതൽ ആൾക്കാരുണ്ടാവും. അതിൽ 5000-ൽ 3000 ആൾക്കാരും ബ്രസീലാണ്, 500 ആൾക്കാർ പോർച്ചുഗലാണ്, വെറും 1000 പേരെ അർജന്റീന ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പറയുന്നു. അറിയില്ല കൂടുതൽ. പക്ഷേ അത് എപ്പോഴാണ് മനസ്സിലായാലോ? ഞാൻ പറയാം. എപ്പോഴാണ് ആ സ്റ്റേഡിയത്തിൽ കൂടുതൽ ബ്രസീൽ ഫാൻസും പോർച്ചുഗൽ ഫാൻസും ഫ്രാൻസ് ഫാൻസും ആയിരുന്നു മനസ്സിലായത് എപ്പോഴാണ് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ പറഞ്ഞുതരാം. ആദ്യ ഗോള് ലിയണൽ മെസ്സി, ഡിമറിയ പന്തുമായി ഉള്ളിലേക്ക് പോകുമ്പോൾ ഉസ്മാൻ ദെമ്പലെ കാലുകൊണ്ട് ഫൗൾ വെച്ച് വീഴ്ത്തി പെനാൽറ്റി കിട്ടി. പലരും റിഗഡാണെന്ന് പറയുന്നു. അവരുടെ തലയിൽ ഓളമില്ല, അവരങ്ങനെ പറയട്ടെ. ആ പെനാൽറ്റി കിട്ടി. മെസ്സി ആ പെനാൽറ്റി എടുക്കുന്നു. ഗോൾ നമ്പർ 1. അതിനുശേഷം രണ്ടാം ഗോൾ അപ്പം തന്നെ, ഈ ലോകം കണ്ട വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച കൗണ്ടർ അറ്റാക്കായ ഗോൾ, എമിലിയാനോ മാർട്ടിനസിന് നേരെ ഒരു ലോങ് ക്ലിയർ ചെയ്തു. അത് ഫ്രാൻസിന്റെ മിസ്പാസിൽ നിന്നും മെസ്സി മോണ്ടിയലോ ആരാ മെസ്സിക്ക് കൊടുത്തു. മെസ്സിൽ നിന്നും അൽവാറസിൽ നിന്നും അലക്സിസ് മെക്കാലിസ്റ്ററിനും ഡിമറിയയിലേക്ക്. ഡിമറിയ ഗോൾ, രണ്ടാം ഗോൾ 2-0 വിജയം ഉറപ്പിച്ചു. എല്ലാവരും ആദ്യ ഭാഗത്ത് തന്നെ 2 ഗോൾ. വിജയം ഉറപ്പിച്ചില്ല, ഇനി എന്ത് വേണം? ആ വേൾഡ് കപ്പ് 2022 വേൾഡ് കപ്പ് നമുക്ക് തന്നെ ഉറപ്പിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ 83 മിനിറ്റിന് ശേഷം ഫ്രാൻസിന് ഒരു പെനാൾട്ടി കിട്ടി. അതായത് കോളോ മുവാനിയെ ഫൗൾ വെച്ചതിന് ഫ്രാൻസിന് പെനാൽറ്റി കിട്ടി. ഓട്ടോമാറ്റിക്കാണ് ഫൗൾ വെച്ചതെന്നാണ് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ അക്കൂന, ആരായാലും ഫൗൾ വെച്ചു. ഓക്കെ, അങ്ങനെ എംബാപ്പയാണ് പെനാൽറ്റി എടുക്കുന്നത്. വലതുവശത്ത് അടിച്ചു കയറ്റി എമിലിയാനോ മാർട്ടിനസിന്റെ പെനാൽറ്റി പോസ്റ്റിലേക്ക് വലതുവശത്തേക്ക് അടിച്ചു കയറ്റി എംബാപ്പ ഗോൾ അടിച്ചു. അങ്ങനെ 2-1. അപ്പോഴും അകത്ത് പേടിയും പുറത്ത് കോൺഫിഡൻസും. കാരണം 2-1 ജയിച്ച് നിൽക്കുകയാണ്. ഇപ്പോഴും 89 മിനിറ്റ് വരെ കുഴപ്പമില്ല. അകത്ത് പേടിയും പുറത്ത് ജയിക്കുമെന്നുള്ള കോൺഫിഡൻസ് കാണിക്കുന്നു. കാരണം മൊത്തം ബ്രസീൽ ഫാൻസാണ്. ഇനി ഞാൻ പറയാം എപ്പോഴാണ് ബ്രസീൽ ഫാൻസാണ് ആ സ്റ്റേഡിയത്തിൽ കൂടുതലെന്ന് ഞാൻ അറിഞ്ഞത്. അതായത് 2-1 ജയിച്ച് നിൽക്കുമ്പോഴും വലിയ ആഹ്ലാദമില്ല. അർജന്റീന ഫാൻസ് മാത്രമേ ആഘോഷമുള്ളൂ. മേസി ഞങ്ങൾ അതിനുള്ളൂ. രണ്ടാമത്തെ ഗോള് മെസ്സി പന്ത് കൊണ്ട് പോകുമ്പോൾ അത് ഇന്റർസെപ്റ്റ് ചെയ്ത് കോമാന് കൊടുത്ത്, കോമാൻ്റെ ഒരു ചിപ്പിംഗ് ബോൾ എംബാപ്പയുടെ ഹെഡിലേക്ക്. എംബാപ്പ ജസ്റ്റ് ബാക്കിലേക്ക് അടിച്ച് ഉള്ളിലേക്ക് റണ്ണോ ചെയ്തു. കോളമുവാനി വീണ്ടും ഒരു ചിപ്പിംഗ് ബോൾ ടു എംബാപ്പയുടെ ഹോളി ഒരു പവർഫുൾ ഷോട്ട് എമിലിയാനോ മാർട്ടിനസിന്റെ വലത്തെ വശത്തേക്ക് കിട്ടിയില്ല, ഗോളായി. ആ ഗോൾ അടിച്ചപ്പോൾ ആ സ്റ്റേഡിയത്തിൽ വന്ന സൗണ്ട്, അത് അർജന്റീന ഫാൻസ് 2 ഗോൾ അടിച്ചപ്പോഴും ഉണ്ടാക്കിയ സൗണ്ടിന്റെ 3 ഇരട്ടിയായിരുന്നു. ദാറ്റ് മീൻസ് അർജന്റീന ഫാൻസ് 1000 ആളുണ്ടെങ്കിൽ അവിടെ 3000 പേരും, ബാക്കി 3000 പേരും ബ്രസീൽ ഫാൻസും പോർച്ചുഗൽ ഫാൻസും ആണ്. തോൽവി കാണാൻ വന്ന, അർജന്റീനയെ ഫൈനലിൽ കിട്ടണം എന്ന് പറഞ്ഞ് കരഞ്ഞ ഫ്രാൻസും പോർച്ചുഗലും. ഫ്രാൻസ് ഫൈനൽ ഉണ്ടല്ലോ, അവർക്ക് ആഘോഷിക്കാം ഗോൾഡുമ്പോൾ. ബട്ട് ബ്രസീലും പോർച്ചുഗലും ആയിരുന്നു. മെസ്സിയുടെ കരച്ചിൽ കാണാൻ വന്ന, അർജന്റീന ഫാൻസിന്റെ കരച്ചിൽ കാണാൻ വന്ന അവർ. അങ്ങനെ 2-2 പിന്നെ വീണ്ടും എക്സ്ട്രാ ടൈമിലേക്ക് പോയി. അവിടുന്ന് എക്സ്ട്രാ ടൈം ഒരു നാടകീയമായിരുന്നു. കാരണം ആദ്യ ഗോള് വീണ്ടും അർജന്റീന മെസ്സി അടിക്കുന്നു. മെസ്സി ഒന്ന് ജസ്റ്റ് ടിപ്പ് ചെയ്തു, അത് ഗോളായപ്പോൾ നമ്മൾ ഗോളാണോ, മെസ്സി സെലിബ്രേഷൻ തുടങ്ങി. പക്ഷെ നമ്മളെങ്ങനെ മനസ്സിലാവും ഗോളാണോ എന്നിട്ടാണ് റെഫറി വിളിച്ച് ഗോൾ. എന്നിട്ട് ലൈൻ്റെ ഉള്ളിലേക്ക് വന്ന് പോയിട്ടുണ്ട്. അങ്ങനെ 3-2 വീണ്ടും ഫ്രാൻസിന് പെനാൽറ്റി കിട്ടി. ഒരു ലോങ് റേഞ്ച് അടിച്ചപ്പോൾ അത് മോണ്ടിയലിൻ്റെ കൈമിൽ തട്ടി റിട്ടേൺ പോയി, അത് പെനാൽറ്റി ആയി. അങ്ങനെ 2 പെനാൽറ്റി ഫ്രാൻസിന് വേൾഡ് കപ്പ് ഫൈനൽ കിട്ടിയിട്ടുണ്ട്. മെസ്സിക്ക് 1 കിട്ടിയിട്ടുള്ളൂ. അർജന്റീനക്ക് 1 കിട്ടിയിട്ടുള്ളൂ വേൾഡ് കപ്പ് ഫൈനലിന്. എന്നിട്ടും
വേൾഡ് കപ്പ് പെനാൾട്ടി അർജന്റീനക്ക് 1 കിട്ടിയതിന് അർജന്റീന റിഗഡ് എന്ന് പറയുന്ന കുറേ മണ്ടന്മാർ മാറി നിൽക്കുക. ഓക്കെ, അവർ മാറി നിൽക്കുക. അങ്ങനെ പെനാൾട്ടി എക്സ്ട്രാ ടൈമിലും 3-3 എന്ന എമിലിയാനോ മാർട്ടിനസിൻ്റെ അവസാനത്തെ ആ ഒരു സേവ്, കോളോ മുവാനി, അത് ഗോളായിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ ഈ ഒരു കോൺഫിഡൻസിൽ ഈ വർത്താനം പറയില്ല. കാരണം 4-3 ഫ്രാൻസ് വേൾഡ് കപ്പ് അടിച്ച് ജയിച്ചു. വീണ്ടും മെസ്സി കപ്പില്ല, മെസ്സി പൂള കപ്പ് പിടിച്ച് നിൽക്കുന്ന ആ ഫോട്ടോ സ്റ്റിക്കർ ഒക്കെ ഇറങ്ങും. ഇപ്പോൾ മെസ്സി ഇന്ത്യയിലേക്ക് പോലും വരുന്ന എനിക്കറിയില്ല, കാരണം ആള് ഹാപ്പി അല്ലായിരിക്കും. അതിനുശേഷമാണ് ആള് മൊത്തത്തിൽ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റി ഇന്റർ മിയാമി പോയി കുടുംബത്തോടൊപ്പം ജീവിക്കുന്നു, ഹാപ്പി ആകുന്നു, കപ്പടിക്കുന്നു. എന്താ അങ്ങനെ ഡിസംബർ 18, 2022 രാത്രി 11:30 ആ ടൈം ആകുമ്പോൾ അർജന്റീന വേൾഡ് കപ്പ് അടിച്ചു. ഞാനൊക്കെ ഒരുപാട് കരഞ്ഞു, ഒരുപാട് സന്തോഷം കൊണ്ട് കരഞ്ഞു, ചാടി കളിച്ചു, സ്റ്റേഡിയം മൊത്തം ഓടി, ആ ഗ്രൗണ്ട് മൊത്തം ഞാൻ കൊടി പിടിച്ച് ഓടുമായിരുന്നു. ആ വീഡിയോസൊക്കെ എൻ്റെ ഇപ്പോഴും ഉണ്ട്, ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, കോപ്പറേറ്റ് വരും. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയ ദിവസം ഇന്ന് നാളെ വീണ്ടും 3 വർഷം ആവുകയാണ്. അപ്പോൾ 2018 വേൾഡ് കപ്പ് അർജന്റീന, 2022 വേൾഡ് കപ്പ് അർജന്റീന എടുത്തു. അതിൻ്റെ ആ ഒരു ദിവസം ഒരിക്കലും മറക്കാൻ പറ്റുന്ന ദിവസമാണ്. നിങ്ങൾക്കും അങ്ങനെയാണോ എന്ന് പറയൂ. ശരി, ഈ 2026 വേൾഡ് കപ്പും അർജന്റീന എടുക്കട്ടെ, നമുക്ക് നോക്കാം. കളിക്കുന്ന ടീം എടുക്കട്ടെ, അത്രേ ഉള്ളൂ. ആരെടുത്താലും റിഗ്ഡ് ആണെന്നും പറയാൻ ഞങ്ങളില്ല, കാരണം ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിയുള്ള ഫാൻസ് ആയതുകൊണ്ടാണ് ഞങ്ങൾ മെസ്സി ഫാൻസ് ആയത്. സോ ആരെടുത്താലും റിഗ്ഡ് ആണെന്ന് ഞങ്ങൾ പറയില്ല. കളിക്കുന്നവർ കളിച്ച് ജയിക്കട്ടെ, അത്രേ ഉള്ളൂ. ശരി, ബൈ.